അല്ലേ കോമഡി ഉത്സവത്തിൽ ജഡ്ജായിട്ടിരിക്കുമ്പോഴേ വിജുക്കുട്ടനോട് ഒരു അഭിപ്രായം ചോദിക്കും ആളുകൾ. വിജുക്കുട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയാനില്ല. എന്ത് കേട്ടാലും ഒന്നും പറയാനില്ല. ഇതിനൊന്നും പറയാനില്ല. ഇത്രയും കഷ്ടപ്പെട്ട് പാടിയിട്ട് അല്ല ഒന്നും പറയില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ അതിനകത്തൊന്നുമില്ല. എനിക്കൊന്നൊരു 100 പേർക്ക് ഇത് ഈ അഭിപ്രായം കൊടുത്താണ് അല്ലേ? 100 അല്ല. അയ്യോ അല്ലേ ഇത് വിജുക്കുട്ടൻ. വിജുക്കുട്ട ഒന്നും പറയാനില്ല. അല്ല സാറേ സാധനമായിരുന്നു അല്ലേ? ആ സമയത്ത് ശരിക്കും പറഞ്ഞാലും നമ്മളന്നൊക്കെ ഈ ഉദ്ഘാടനത്തിനൊക്കെ പോവല്ലോ. അപ്പൊ ആ സമയം നമ്മുടെ കോമഡി ഉത്സവം നല്ല പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് എന്നോട് പറയും, സാർ ബിജുക്കുട്ടനല്ലേ? അതേന്ന് പറയും, നമുക്കൊരു സംഭവത്തിന്റെ ഉദ്ഘാടനം, കുറച്ച് ഷോപ്പിന്റെ കുറച്ച് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പൊ എന്നാ ഡേറ്റ്? അല്ല ചേട്ടൻ വരണ്ട, ചേട്ടന്റെ ഒരു ഫോട്ടോ മതി ഇങ്ങനെ ഇരിക്കണത്. എന്നിട്ട് ഒന്നും പറയാനില്ല ഞങ്ങൾ എഴുതും. 50,000 രൂപ നമ്മള് പോകണ്ട, റിബൺ കട്ട് ചെയ്യണ്ട, അവിടെ സംസാരിക്കണ്ട, ഒന്നും വേണ്ട. ഒരു ഇങ്ങനെ ഇങ്ങനെ ഫോട്ടോ, ഒരു 5-6 ഫോട്ടോ ഞാൻ എടുത്ത് ഒന്നും പറയാതെ ഇത്രയും കാശ് മേടിച്ച ആള് നിങ്ങൾ. സത്യം സത്യം. ലോകത്താദ്യമായിട്ട് ഒന്നും പറയാനില്ല, പറയും വേണ്ട, കാശ് മാറ്റി. അതെ അതെ അതെ. ഈ കലാഭവൻ മണിയായിട്ട് ബിജുക്കുട്ടന് ബന്ധമുണ്ടായിരുന്നല്ലോ അല്ലേ? എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? എൻ്റെ 4ാമത്തെ 5ാമത്തെ സിനിമയാണ് മണിച്ചേട്ടൻ്റെ കൂടെയുള്ള കേരള പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സിനിമയിൽ പുള്ള കൂട്ടുകാരനായിട്ടും അനിയനായിട്ടും അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടുകാരനൊക്കെ ആയിട്ടും അഭിനയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞോട്ട് പുള്ളിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് പറയണം. അല്ലാതെ ഒന്നും പറയാനില്ലേ? അല്ല ഒന്നും പറയാനില്ലെന്നാണ് പറയുന്നത്. ശരിക്കും എന്താ പറയണത്, നമുക്ക് ഒരു ചേട്ടനാണ്, ഒരു അച്ഛനാണ്. അതിൻ്റെ ഒക്കെ ചിലപ്പോഴൊക്കെ പുള്ളിക്കാരൻ നമ്മളിൽ താന്ന് അനിയനെ പോലെ ആവും. അപ്പൊ പല വിധത്തിലാണ് പുള്ളി പെരുമാറുന്നത്. എല്ലാം നല്ല ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് മണിച്ചേട്ടൻ്റെ കൂടെ ഒരു സ്റ്റേജ് ഷോ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഖത്തറിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ കുറേ താരങ്ങളുടെ ഫിഗർ വെച്ചിരുന്നു. അതായത് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ എനിക്ക് തോന്നുന്നു ഒരു 18-19 ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. മണിച്ചേട്ടനായിരുന്നു ലീഡ് ചെയ്യുന്നത്. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ ഷോയ്ക്ക് പോയപ്പോൾ ഇതിൽ പല ആർട്ടിസ്റ്റുകളും വന്നില്ല. ഒരു 6-7 ആർട്ടിസ്റ്റുകൾ വന്നില്ല. അപ്പോൾ ഷോ തുടങ്ങുന്നതിന് മുമ്പ് മണിച്ചേട്ടൻ പറഞ്ഞു, ഷോ കഴിയുമ്പോൾ ഇവർ ചിലപ്പോൾ നമുക്ക് പൈസയൊക്കെ കുറയ്ക്കും, കാരണം ഇവർ ഇത്രയും പേര് വരാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നവും, നിങ്ങൾ പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളങ്ങ് ഷോ തുടങ്ങിക്കഴിഞ്ഞ് പാട്ടങ്ങോട്ട് പാടി മണിച്ചേട്ടൻ അങ്ങ് ഫുൾ കയ്യിലെടുത്തു. ആൾക്കാർ ഈ വേറെ ആർട്ടിസ്റ്റുകളെല്ലാം മറന്നുപോയി. കാരണം ആർക്ക് അത് കഴിഞ്ഞ് മണിച്ചേട്ടൻ പോയി അടുത്ത ഗ്യാപ്പിൽ വേറെ ആരോ വന്നു, എന്തോ സ്കിറ്റ് നമ്മളൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു. വീണ്ടും ആൾക്കാർ ആവശ്യപ്പെടുക മണിച്ചേട്ടൻ്റെ പാട്ട് വരട്ടെ എന്ന്. അവസാനം ഇവർ ഈ ബാക്കി വെച്ചിരുന്ന ആർട്ടിസ്റ്റുകളൊന്നും അവരുടെ മൈൻഡിലേ ഇല്ല. കാരണം പരിപാടി മണിച്ചേട്ടൻ വിഴുങ്ങി. പുള്ളി ഒറ്റയ്ക്ക് മതി അല്ലേ? ഒരു ജനക്കൂട്ടത്തെ കൊണ്ടുപോകാൻ പുള്ളി ഒറ്റയ്ക്ക് മതി, എത്ര മണിക്കൂറായാലും അല്ലേ? അത് തന്നെയല്ല, ഞാനൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ട് മണിച്ചേട്ടൻ്റെ കൂടെ. അപ്പൊ ക്ലൈമാക്സിൽ മണിച്ചേട്ടൻ മണിച്ചേട്ടൻ ആരാണെന്ന് അറിയരുത്, കാരണം ഒരുപാട് മണിച്ചേട്ടന്മാർ വേണമെന്ന് മണിച്ചേട്ടൻ തന്നെ പറഞ്ഞു. അപ്പൊ മണിച്ചേട്ടൻ ഇങ്ങനെ അനൗൺസ് ചെയ്ത് തരുന്നത് നമ്മുടെ ഡൂപ്പിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു ദിവസം ഇവരുടെ സാധനം എടുക്കാൻ വേണ്ടിയാണ്. അപ്പം മണിച്ചേട്ടൻ ഏതാണെന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. കാരണം അത്രയ്ക്ക് ഒരു 10-250 മണിച്ചേട്ടൻ ഇവിടെ പൊട്ടുവിട്ട് എല്ലാവരും സംസാരിക്കണതും പാട്ട് പാടുന്നതൊക്കെ മണിച്ചേട്ടൻ്റെ പോലെ. പക്ഷെ ഒറിജിനൽ മണിച്ചേട്ടൻ വന്നിട്ട് നമ്മളെ മൈൻഡ് ചെയ്തില്ല. മണിച്ചേട്ടൻ വരാൻ കാത്തിക്കണം. കാരണം ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്പെന്ന് അറിയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് സിനിമാ നടന്മാരിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഡ്യൂപ്പുള്ളത് മണിച്ചേട്ടനാണെന്ന് തോന്നുന്നത്. അത്ര കഥയുണ്ട്. അന്നവിടെ അനൗൺസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10,000 പേര് വന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഒരു അനുഭവം ചോദിക്കട്ടെ, ബിജുക്കുട്ടൻ ഏതൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ടാ ഒരു ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്ത് കുഴപ്പമാക്കി എന്ന് പറഞ്ഞു. അല്ല അത് ഒന്നും പറയാനില്ല. അല്ല സാർ, അതെ ഞാൻ ഇതുപോലെ തന്നെ ഒരു ഓണത്തിന്റെ ദിവസം എന്താണ് അത് ഒരു സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യാൻ പോയി. അപ്പൊ നമ്മൾ കാലത്ത് തന്നെ പോയി ഒരു 9:30 ആയപ്പോഴേക്കും സ്റ്റുഡിയോ ഒക്കെ ഉദ്ഘാടനം ചെയ്ത് അവിടുന്ന് പൈസയൊക്കെ തന്ന് നമ്മളന്ന് ചായ ഒന്നും കുടിച്ചില്ല. അപ്പം ഇങ്ങോട്ട് പോന്നപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, നമുക്ക് ചായ കുടിക്കണമല്ലോ, ഓണമല്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ കടകളൊന്നും വലുതായിട്ട് തുറന്നിട്ടില്ല, ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ഉള്ളു. അപ്പോൾ അവിടെ ഒന്നും വലിയ കടികളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് വെജിറ്റേറിയൻ കിട്ടുന്ന ഒരു ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ദോശയൊക്കെ അടിച്ചിട്ട് പോരാന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നല്ല ഹോട്ടൽ കണ്ട്. ഹോട്ടലിൽ ഒരു മാവേലിയൊക്കെ നിൽക്കണ്, ചെണ്ടമേളക്കാർ, കാര്യങ്ങൾ, ഭയങ്കര സെലിബ്രേഷൻ. ഞാൻ പറഞ്ഞു, എടാ ഇവിടെ കയറാം, നമുക്ക് നല്ല ഭക്ഷണം ഒരുക്കണം പറഞ്ഞു. കാറങ്ങൾ കയറ്റി ഞാൻ ഡോർ തുറന്നപ്പോഴേക്കും ചെണ്ടോട്ട് തുടങ്ങി. ഞാൻ എന്താണ് ഓരോരുത്തർക്കും ചെണ്ടകൊട്ടുണ്ട് അവിടെ. അപ്പൊ എന്താണ് മാവേലി വരുന്നു. ഇത് അവിടുത്തെ നമ്മുടെ ഹോട്ടലിന്റെ മാനേജർ ഉണ്ട്, വരൂ എന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ കൊണ്ടിട്ട് ഒരു കത്രി ഇട്ട് തന്നു. ഇത് മുറിച്ചോളാം പറഞ്ഞോട്. എന്താണ് മുറിച്ച്. അപ്പൊ അവിടെ ആരോ പറഞ്ഞിരുന്ന സെലിബ്രിറ്റി വന്നില്ല. എന്നെ കണ്ടപ്പോ അവരത് ചെയ്തോളാൻ പറഞ്ഞ. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 50,000 രൂപ കിട്ടി. വയറിറച്ചി ഫുഡ് കിട്ടി. നമുക്കൊക്കെ ഒന്നും ജീവിതത്തിൽ ഹോട്ടൽ കിട്ടിയിട്ടില്ല. അല്ല, ആദ്യത്തെ പരിപാടി ക്ഷണിച്ച പരിപാടിക്ക് 30,000 രൂപ ഉള്ളൂ. ഹോട്ടലിൽ ഇപ്പൊ ഉണ്ടോ? അത് വാങ്ങി കാശ് പോക്കറ്റിലിട്ടിട്ട് ഒന്നും പറയാനില്ല.